ഞാൻ ഒരുപാട് വർഷമായി ചികിത്സ ആത്മീയത്തിൽ അത് ഞാൻ പഠിച്ചത് PMS പൂക്കോയ തങ്ങളെത്തുന്ന മഞ്ചേരി പന്തലൂർ തങ്ങളെത്തുന്നാണ്. ഞാൻ കുറെ വർഷം അവിടെ ഉണ്ടായിരുന്നു, മഞ്ചേരി പന്തലൂർ ഉണ്ടായിരുന്നു. ഞാന് ഒരുപാട് വിഷമം അനുഭവിച്ച ഒരാളാണ്. എന്റെ ശരിക്കുള്ള സ്വദേശം മണ്ണാർക്കാട്. ഞാൻ വാപ്പ മരണപ്പെട്ടു, ഉമ്മാനെ വേറെ കല്യാണം കഴിച്ചു, ആരും നോക്കാണ്ടായിട്ടില്ല. ഒരു റമദാൻ വരുമ്പോ എല്ലാ മക്കളെയും എന്ത് ചെയ്യും, ഉമ്മമാരെ വീട്ടിൽ കൊണ്ടുപോകും. ഞങ്ങളെ കൊണ്ടുപോകാൻ എന്തില്ല, ഒരു വീട് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു ദിവസം യത്തീം ഖാനിന്റെ കലണ്ടർ വെക്കുന്ന സമയത്താണ് മഞ്ചേരി പന്തല്ലൂര് കുടുംബത്തിൽപ്പെട്ട ഒരു തങ്ങളെ നമ്മള് പരിചയപ്പെടും. ചുരുക്കി പറയാട്ടോ, തോന്നെ പറയുകയാണെങ്കിൽ മണിക്കൂർ നമുക്ക് പുസ്തകത്തിന് ഇറങ്ങുന്നുണ്ട്, നമ്മളെ ജീവിത ചരിത്രം ചുരുക്കി പറയാം. അങ്ങനെ ഞാൻ തങ്ങളെടുത്ത് എത്തിപ്പെട്ടു. അൽഹംദുലില്ലാഹ് അവൾ ചികിത്സ പഠിച്ചു. തങ്ങളെ കൂടെ കുറെ കാലം ബാംഗ്ലൂര്, മൈസൂരൊക്കെ ഞാൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സുപ്രഭാതത്തിലാണ് എന്ത് ചെയ്യുന്നത്, വയനാട് എത്തിപ്പെടുന്നത് ഒരു അഡ്രസ്സിന് വേണ്ടി. അങ്ങനെ വയനാട് എത്തി, അവിടുന്ന് കല്യാണമൊക്കെ കഴിച്ചു. അൽഹംദുലില്ലാഹ് 23 കൊല്ലം എവിടെ ജീവിച്ചു, വയനാട് ജീവിച്ചു. അതില് അന്നും എന്തുണ്ട്, കൂലിപ്പണി എടുത്തിട്ടുണ്ട്. ചികിത്സ അന്നുണ്ട് ചികിത്സ. അന്ന് പന്തും കളിച്ചിരുന്നു, ഒരു കോച്ച് വരുന്നു. അന്നും എന്തെങ്കിലും അവിടെ അന്വേഷകർക്ക് മനസ്സിലാവും. ആ പ്രായത്തിലും പന്ത് കളിച്ച് അതല്ലെങ്കിൽ ടൂർണമെന്റ് വെച്ച് അതിൽ നിന്ന് കിട്ടുന്ന പൈസ ക്യാൻസർ രോഗികൾക്കും പാവങ്ങൾക്കും അന്നും ഞാൻ എന്ത് ചെയ്യുന്നു ചെയ്തു. അത് അവിടെ പോയി അന്വേഷിച്ചാലും മനസ്സിലാവും. മനസ്സിലായല്ലേ? അപ്പോ അവിടെ ഞാന് പല ആളുകളും നിങ്ങളെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ എന്തുണ്ട്, ഞാൻ ടാക്സി ഡ്രൈവറാ അല്ലേ, ഒരുപാട് കിട്ടുന്നുണ്ട്, ആരോപണങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ എല്ലാം നമുക്ക് ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞ ബുദ്ധിമുട്ടാണ്. അന്ന് എനിക്ക് ചികിത്സ ഉണ്ട്, അന്ന് നിൽക്കുന്നുണ്ട് എല്ലാവർക്കും അറിയാം. അതിന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 10-20 കൊല്ലത്തിന്റെ ഉള്ളിൽ തന്നെ ഞാൻ എന്തുണ്ട്. പക്ഷെ ഇജാസത്ത് എന്നൊരു സംഭവമുണ്ട് തങ്ങളെ കയ്യിൽ നിന്ന്. അത് മൂപ്പര് മരിക്കണതിന്റെ മുന്നേ എനിക്ക് കിട്ടിയത്. അപ്പൊ അതിന് മുന്നേ എന്ത് ചെയ്യും, ആരെങ്കിലൊക്കെ എന്ത് ചെയ്യും വീട്ടില് വരും. അങ്ങനെ എന്ത് ചെയ്യും. അങ്ങനെ എന്റെ ഒരു സുഹൃത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഷിഹാബ് എന്ന പേര്, തങ്ങളെ എന്റെ വണ്ടിക്ക് അടവടക്കാൻ പറ്റുന്നില്ല, എന്റെ ടാക്സിക്ക് അടവടക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് എന്റെ വണ്ടി നിങ്ങൾ എടുക്കണം, വിലക്ക് വാങ്ങണം എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് വിലക്ക് വാങ്ങിയ വാഹനത്തിന്റെ മുന്നിൽ വെച്ച് ആദ്യമായിട്ട് ഒരു വാഹനം എടുക്കുമ്പോ ഫോട്ടോ എടുക്കൂലേ, അങ്ങനെ എടുത്ത വാഹനത്തിന്റെ ഫോട്ടോ ആണ് ഞാൻ ടാക്സി ഡ്രൈവറാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നത്, പ്രചരിപ്പിക്കണത്. രണ്ടാമത് ഇതേപോലെ തന്നെ ഒരു സുഹൃത്ത് വന്നിട്ട് എന്ത് ചെയ്തു, ഓട്ടോറിക്ഷ എടുത്തിരുന്നു. അവനക്കും ഈ അവസ്ഥ വന്നത്. ആ ഓട്ടോറിക്ഷ നമ്മളെന്തായി, നമ്മള് വിലക്ക് വാങ്ങി. എനിക്ക് ഇപ്പോഴും ഓട്ടോറിക്ഷ ഓടിക്കാൻ അറിയില്ല. ഞാൻ എന്തോ നിങ്ങളെ ബോധിപ്പിക്കല്ല, നിങ്ങൾ ആരോപണങ്ങൾക്ക് മറുപടിയാ തരുന്നത്. ഞാൻ ഈ സമൂഹത്തെ എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനെ എന്തായിട്ട് നിങ്ങൾ അന്വേഷിച്ചാൽ മനസ്സിലാവും. വയനാട് ജില്ലയിൽ പൊതുജന പഞ്ചായത്തിൽ ഞാൻ എപ്പോഴെങ്കിലും ഓട്ടോ ഓടിച്ചിക്കണമെന്ന് ചോദിച്ചാല് ഞാൻ എന്തില്ല, ഒരു ഓട്ടോ ഓടിച്ചിട്ടില്ല, ഒരു ടാക്സി ഡ്രൈവറും ആയിട്ടില്ല. മനസ്സിലായില്ലേ? ഇനി അടുത്ത ചോദ്യങ്ങൾ ചോദിച്ചോളൂ.